സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, ഡെയിലി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. ഓക്കെ, അത് കൂടാണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഗ്രാമർ, ടീക്കെ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ടീക്കെ, ആദ്യത്തെ നോക്കാം നമുക്ക്. മേരി ബാത്ത് മാനോ, മേരി ബാത്ത് മാനോ. ടീക്കെ, മേരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ടീക്കെ, ഞാൻ എന്നാണ്. മേ എന്ന് പറഞ്ഞാൽ ഞാൻ. മേരി എൻ്റെ. ടീക്കെ, മേരി എൻ്റെ. മേര മേരെ മേരി എൻ്റെ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ അർത്ഥം? ഞാൻ പറയുന്നത് കേൾക്കൂ. ടീക്കെ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, മേരി എൻ്റെ എന്നാണ് അർത്ഥം. മേര മേരെ മേരി എൻ്റെ എന്നാണ്. ടീക്കെ, അപ്പം പക്ഷേ നമ്മളിത് ഇവിടെ ശ്രദ്ധിക്കുക, ബാത്ത്. ഈ ബാത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ്? സ്ത്രീലിംഗമാണ്. ടീക്കെ, അതുകൊണ്ടാണ് മേരി വന്നത്. അതിപ്പോൾ ഒരു സ്ത്രീ പറയുമ്പോഴും ഒരു പുരുഷൻ പറയുമ്പോഴും നമ്മൾ എങ്ങനെ സംസാരിക്കണം? മേരി ബാത്ത് മാനോ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതേ രീതിയിൽ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മേരി ബാത്ത് സുനോ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് അർത്ഥം. ठीक, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. മേരി ബാത്ത് മാനോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും കുറച്ച് എന്താ പറയേണ്ടത്, കേൾക്കൂ എന്ന് പറയാറില്ലേ, മീൻസ് അത് ഓർഡറിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. അപ്പം മേരി ബാത്ത് മാനോ. അടുത്തതാണ് മേരി ബാത്ത് സുനോ, ഞാൻ പറയുന്നത് കേൾക്കൂ. ബാത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. ഓക്കെ, അചാനക് സെ പപ്പായ, പെട്ടെന്ന് നമ്മൾ സംസാരിക്കുന്നതായിരുന്നു, അപ്പോൾ പെട്ടെന്ന് അച്ഛൻ വന്നു. ടീക്കെ, അചാനക് സെ പപ്പ ആയ, അചാനക് സെ ദാദാ ആയ. ടീക്കെ, അചാനക് സെ എന്താ പറയുന്നത്, അചാനക് സെ ബാരിഷ് ആയി, അചാനക് സെ ബാരിഷ് ആയി. ബാരിഷ് സ്ത്രീലിംഗം. അപ്പോൾ അചാനക് സെ ബാരിഷ് ആയി, പെട്ടെന്ന് മഴ പെയ്തു. ടീക്കെ, അപ്പോൾ ഇവിടെ ആയ വന്നു. അപ്പോൾ ആയി എന്തുകൊണ്ട് വന്നു? ഇവിടെ പപ്പയാണ്. ഓക്കെ, ഒരു പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ആയ വന്നത്. അചാനക് സെ ബാരിഷ് ആയി പറഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്തു. ടീക്കെ, അത് നിങ്ങൾ അറിയണം. ഏക്കോർ ദിക്കാവോ, ഏക്കോർ ദിക്കാവോ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വേറെ ഒന്ന് കാണിക്കേ. ടീക്കെ, ഒന്ന് ഞാൻ ഓൾറെഡി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം പറയണോ ഏക്കോർ ദിക്കാതോ, വേറൊന്ന് കാണിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി കാണിക്കൂ. ടീക്കെ, ഏക്കോർ ദിക്കാവോ, ഒന്നുകൂടി കാണിക്കൂ. ഒന്നുകൂടി കാണിക്കൂ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് കണ്ടു, എനിക്ക് ഗ്രീന് വേണം, അപ്പം പറയാം ബ്ലാക്ക് അല്ല, എനിക്ക് വേറെ ഒന്ന് കാണിക്കുക പറയാറില്ല. അപ്പോൾ ഏക്കോർ ദിക്കാവോ, വേറെ ഒന്ന് കാണിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ടീക്കെ, വഹ് ദിക്കാന മുജെ, വഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം വന്നേ? അത്. ടീക്കെ, അത്, അവൻ, അവൾ, ആ, ഇതാണ് ഈ വഹിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ വന്നത് അത് എന്നാണ് അതിൻ്റെ അർത്ഥം. ടീക്കെ, വോ ദിക്കാന മുജെ, അത് എന്നെ കാണിക്കൂ. ഷോപ്പിലെല്ലാം പോയാൽ നമുക്ക് പറയാം വോ മുജെ ദിക്കാവോ എന്ന് പറയാറില്ലേ, വോ മുജെ ദിക്കാവോ എന്നുള്ളത് നമ്മൾ എന്ത് പറഞ്ഞു? വോ ദിക്കാന മുജെ. ടീക്കെ, മലയാളം പറയുന്ന പോലെ തന്നെ ആയില്ലേ, അതെന്നെ കാണിക്കൂ, എന്നെ അത് കാണിക്കൂ അല്ലേ, അതേപോലെ തന്നെയാണ് വോ ദിക്കാന മുജെ ഓർ വോ ദിക്കാവോ മുജെ. ടീക്കെ, കുച്ച് ഓർ ദിക്കാവോ, വേറെ ഏതെങ്കിലും കാണിക്കുക. കുച്ച് ഓർ ദിക്കാവോ, ഒന്ന് മാത്രമല്ല, ഇവിടെ ഏക് ഓർ ദിക്കാവോ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം കാണിച്ചാൽ മതി. ഇവിടെ കുച്ച് ഓർ ദിക്കാവോ, വേറെ ഏതെങ്കിലും കാണിക്കൂ, വേറെ ഏതെങ്കിലും കാണിക്കൂ, കാണിക്കൂ, വേറെ ഏതെങ്കിലും കാണിക്കൂ എന്ന് പറഞ്ഞാൽ ആ വേറെ ഏതെങ്കിലും ഒന്ന് കാണിക്കൂ എന്നാണ് അർത്ഥം. ടീക്കെ, ക്യാ ചൽ രഹാ ഹെ, ക്യാ ചൽ രഹാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സുഖം തന്നെയല്ലേ, നമ്മൾ വേറെ എന്തുണ്ടെന്ന് ചോദിക്കാറില്ലേ, അപ്പം നമ്മൾ പറയുന്നതാണ് ക്യാ ചൽ രഹാ ഹെ. വാട്സപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, വൈ വാട്സപ്പ്. അപ്പം എന്തായി ഇവിടെ എന്താർത്ഥം? ക്യാ ചൽ രഹാ ഹെ, ക്യാ എന്തുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ആക്ച്വലി. പക്ഷേ അതിപ്പോൾ ഇപ്പം നമ്മളെപ്പോഴും ഇപ്പം എന്തുണ്ടെന്ന് ചോദിക്കില്ല. ഉടനാമത്ത്, ഉടനാമത്ത് എന്ന് പറഞ്ഞാൽ എണീക്കരുത്. ഉടന എന്ന് പറഞ്ഞാൽ എണീക്കുക. ടീക്കെ, അപ്പം എന്തായി? ഉടനാമത്ത്, എണീക്കരുത്. ടീക്കെ, ഉടനാമത്ത് എണീക്കരുത്. മേരി ബാത് സുനോ, ഞാൻ പറയുന്നത് കേൾക്കും. അത് ഓൾറെഡി മുകളിൽ വരുന്നുണ്ട്, എന്നാലും ഞാൻ എഴുതാം. ഞാൻ പറയുന്നത് കേൾക്കൂ. ടീക്കെ, മേരി ബാത്ത് സുനോ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. പുതിയ ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.